അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ സ്ത്രീയുടെ കഥയല്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള പരിശുദ്ധിയും സഹനവും നിറഞ്ഞ ഒരാളുടെ ജീവിതമാണ്. അവരാണ് ഫാത്തിമ ബീവി, നബിയുടെ പ്രിയപുത്രി. മക്കയുടെ മണൽ മരുഭൂമിയിൽ ഒരു മഹത്തായ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് പിന്നീട് ലോകത്തിന് മാതൃകയായ സ്ത്രീയാകും. ആ കുഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹിസ്സല്ലമ ഫാത്തിമയോട് പ്രത്യേക വാത്സല്യമായിരുന്നു. ഫാത്തിമയുടെ അർത്ഥം മുക്തയായവൾ, വിരമിച്ചവൾ എന്നാണ്. അവരെ അള്ളാഹു നരകത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹിസ്സല്ലമ പറഞ്ഞിരുന്നു, ഫാത്തിമ എൻ്റെ കരളിന്റെ കഷ്ണമാണ്. എൻ്റെ മകളെ വിഷമിപ്പിക്കുന്നത് എന്നെ വിഷമിപ്പിക്കുന്നത് പോലെയാണ്. അത്രയും സ്നേഹമായിരുന്നു നബിക്ക് ഫാത്തിമ ബീവിയോട്. അവൾ ചെറിയ പ്രായത്തിൽ തന്നെ ധാരാളം ബുദ്ധിമുട്ടുകൾ കണ്ടു. ഫാത്തിമ ബീവിക്ക് 5 വയസ്സ് ഉള്ളപ്പോൾ ആണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ വഹിയെ എത്തിച്ചു കൊടുത്തത്. പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകനായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതോടെ ശത്രുക്കളുടെ പീഡനം കൂടിയിരുന്നു. ഒരു ദിവസം കഅബയുടെ അടുത്ത് നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുന്ന സമയത്ത് അബൂജഹലും കൂട്ടരും ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് നബിയുടെ പുറത്ത് വെച്ചു. എന്നിട്ട് പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. നബിക്ക് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെയായി. അപ്പോൾ ചെറിയ പ്രായമുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹു ഓടി വന്ന് തന്റെ പിതാവിന്റെ മേൽ വീണു കിടന്നിരുന്ന അഴുക്കുകൾ നീക്കം ചെയ്തു. അവളുടെ കണ്ണുകളിൽ കണ്ണീർ മാത്രമായിരുന്നു, പക്ഷെ അവളുടെ ഹൃദയത്തിൽ ധൈര്യവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു, മകളെ, അള്ളാഹു നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. നബിയെ ശത്രുക്കൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഫാത്തിമ ബീവി പിതാവിന്റെ അടുത്തേക്ക് ഓടി വരുമായിരുന്നു. നബിക്ക് മരുന്ന് വെച്ചു കെട്ടിയിരുന്നതും വസ്ത്രം അലക്കിയിരുന്നതും ഫാത്തിമയാണ്. നബിക്ക് ആശ്വാസവാക്കുകൾ പറയുമായിരുന്നു ഫാത്തിമ. ഫാത്തിമ ബീവി തന്റെ പിതാവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വന്നാൽ അവൾ ഓടിയെത്തി സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഫാത്തിമ ബീവിയുടെ ഉമ്മ ഖദീജ ബീവി മരിച്ചതോടുകൂടി പിതാവിനെയും മറ്റു സഹോദരങ്ങളെയും നോക്കേണ്ട ചുമതല ഫാത്തിമ ഏറ്റെടുത്തു. അവരുടെ വീടിന്റെ വിളക്കായി മാറുകയായിരുന്നു ഫാത്തിമ ബീവി. അങ്ങനെ പ്രവാചകന്റെ പുത്രി, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമ ബീവിക്ക് വിവാഹപ്രായമായി. ഒരുപാട് സ്വഹാബികൾ വിവാഹാലോചനകളുമായി വന്നു. പക്ഷേ നബി അവർക്ക് ആർക്കും മറുപടി കൊടുത്തില്ല. അവസാനം അലി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ, ബദർ യുദ്ധത്തിൽ ശത്രുക്കളുടെ തലയെടുത്ത ധീരൻ, കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച കുട്ടി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിനക്ക് ഫാത്തിമയെ വിവാഹം കഴിക്കണോ? അലി റളിയല്ലാഹു അൻഹു ഭയത്തോടു കൂടി പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞിരുന്നു ഫാത്തിമാനെ അലിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. അവരുടെ ജീവിതം വളരെ ലളിതമായിരുന്നു. വീട്ടിൽ പലപ്പോഴും ഭക്ഷണം പോലും കുറവായിരുന്നു. പക്ഷെ അവർ ഒരിക്കലും പരാതിപ്പെട്ടില്ല. ഒരു ദിവസം കഷ്ടതകൾ കൂടുതലായപ്പോൾ അവർ ഒരു സഹായം ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൾക്ക് പഠിപ്പിച്ചത് ഇതായിരുന്നു: സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്റുകൾ നിന്റെ ഹൃദയത്തിന് ശക്തി നൽകും. ഫാത്തിമ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അനവധി പരീക്ഷണങ്ങൾ നേരിട്ടു. പക്ഷെ അവൾ ഒരിക്കലും ക്ഷീണിച്ചില്ല. അവളുടെ ജീവിതം നമ്മോട് പറയുന്നു, സഹനം, വിശ്വാസം, ദൈവഭക്തി ഇവയാണ് ഒരു വിശ്വാസിയുടെ ശക്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിനോട് വളരെ അടുത്തായിരുന്നു.
ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളോട് ഒരു രഹസ്യം പറഞ്ഞു. അത് കേട്ട് അവൾ ആദ്യം കരഞ്ഞു, പിന്നെ ചിരിച്ചു. ആ രഹസ്യം എന്തായിരുന്നു? ആദ്യം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടൻ മരിക്കുമെന്നാണ്. അതിനാലാണ് അവൾ കരഞ്ഞത്. പിന്നീട് പറഞ്ഞത്, എന്റെ കുടുംബത്തിൽ ആദ്യം എന്നെ കാണാൻ വരുന്നത് നീയായിരിക്കും. അതിനാലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹു ചിരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങിയ ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹു വളരെ ദുഃഖത്തിലായിരുന്നു. അവളുടെ ഹൃദയം പിതാവിന്റെ വേർപാടിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അവളും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ഇവയാണ്. മാതാപിതാക്കളോടുള്ള സ്നേഹം, സഹനവും വിശ്വാസവും, ലളിതമായ ജീവിതം, അള്ളാഹുവിനെ സ്മരിക്കുക. ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഒരു പ്രകാശമാണ്. ഇന്നത്തെ സ്ത്രീകൾക്കും യുവതികൾക്കും ഒരു മഹത്തായ മാതൃകയാണ്. അവർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സഹനത്തോടെ ജീവിച്ചാൽ, വിശ്വാസത്തോടെ മുന്നോട്ടു പോയാൽ നമുക്ക് വിജയം ഉറപ്പാണെന്നാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ നല്ല ഗുണങ്ങൾ പിന്തുടരാൻ അനുഗ്രഹിക്കട്ടെ. ഒപ്പം തന്നെ സ്വർഗത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.